കേരള ജനത വളരെ വൈകാരികമായി ഉൾക്കൊണ്ട സംഭവമായിരുന്നു ഡോക്ടർ വന്ദനയുടെ കൊലപാതകം. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിലും തെളിവ് ശേഖരിക്കുന്നതിലും ഗൗരവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചത്. 2023 മെയ് 10 പുലർച്ചെയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനയെ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് കത്രിക കൊണ്ട് പ്രതി ഡോക്ടറെയും പോലീസുകാരെയും ആക്രമിച്ചു. ഡോക്ടർ വന്ദനയെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുമ്പന ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകനായിരുന്നു വെളിയം ചെറുകരക്കോണം സ്വദേശിയായ സന്ദീപ്. കൊലപാതകത്തിന് ശേഷം ഇയാളെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. 2023 മെയ് 17 ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 2012 നിയമം ഭേദഗതി നിയമസഭ അംഗീകരിച്ചു. വന്ദനാദാസിന് മരണാനന്തര ബഹുമതിയായി MBBS ബിരുദം നൽകാൻ കേരള ആരോഗ്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിൽ യോഗവും തീരുമാനമെടുത്തു. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ഈ കേസിൽ നിർണായകമായി. പ്രതി സന്ദീപ് വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന സാക്ഷിമൊഴിയുണ്ട്. സന്ദീപിന്റെ വസ്ത്രത്തിൽ നിന്ന് വന്ദനാദാസിന്റെ രക്തക്കറ കണ്ടെത്തിയിരുന്നു. പ്രതി സന്ദീപ് ബോധപൂർവം വന്ദനാദാസിനെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.